ഈ കാട്ടിനകത്ത് ശിവലിംഗവും മണ്ഡപവും ഒക്കെ എങ്ങനെ വന്നു? കാടാകുന്നതിന് മുമ്പ് പണ്ട് വല്ലവരും കെട്ടിയതായിരിക്കും. എന്റെ പൊന്ന് ജയദേവാ, എനിക്കിനി ഒരടി നടക്കാൻ വയ്യ. ശരി, എന്നാൽ ഈ രാത്രിയിൽ നമുക്ക് ഇവിടെ തന്നെ വിശ്രമിക്കാം. അയ്യോ, വളരെ സന്തോഷം. ഇന്ന് പൗർണമിയാണെന്ന് തോന്നുന്നു. ആ ശരിയാ, വെട്ടത്തേടൊന്നുറങ്ങാം. ഞാൻ ആരാണെന്ന് അറിയാമല്ലോ. നീ ശ്രവണ, നാഗരായണിയായ ചക്ഷുകിയുടെ തോഴി. ശാപമേറ്റുണ്ടെങ്കിൽ എന്നെ ഉപദ്രവിക്കാതെ ഇവിടുന്ന് പോകും. ഇല്ല, ഞാൻ പോകില്ല. നിന്നെ മോഹിച്ചതിന് നിന്റെ റാണി നാഗലോകത്ത് നിന്ന് എന്നെ പുറന്തള്ളി. അന്ന് മുതൽ ഞാൻ കാത്തിരിക്കുകയാണ്. പൗർണമി ദിവസം നീ ഇവിടെ പൂജയ്ക്ക് വരുമെന്ന് എനിക്കറിയാം. ഇനി നിന്നെ ഞാൻ വിടില്ല. നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു. ഞാൻ എന്ത് പ്രത്യുപകാരമാണ് ചെയ്യേണ്ടത്? നാഗലോകത്ത് നിന്നല്ലേ വരുന്നേ? അതെ. അവിടെ നാഗമാണിക്കുമുണ്ടോ? ഉണ്ട്. എവിടെയാണ് ഇരിക്കുന്നത്? നാഗറാണിക്ക് മാത്രമേ അതറിയൂ. ഞങ്ങളുടെ മഹാരാജാവിന്റെ കാഴ്ച വീണ്ടെടുക്കാൻ നാഗമാണിക്യം തേടി ഇറങ്ങിയതാണ് ഞങ്ങൾ. നിങ്ങളെ നാഗലോകത്തേക്ക് കൊണ്ടുപോകാൻ എനിക്ക് നിവർത്തിയില്ല. പിന്നെ എന്ത് ഉപകാരമാണ് കൊച്ചേ? ഇതാ, ഈ മോതിരം കയ്യിലിരിക്കട്ടെ. നാഗകവാടത്തിൽ ഈ മോതിരം കാണിച്ചാൽ ഗുഹാമുഖം തുറക്കും. അകത്ത് കിടന്ന നാഗമാണിക്യം നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അത് ഞങ്ങൾ ഏറ്റു. അകത്തുണ്ടാകുന്ന ദുർഘടങ്ങളിൽ നിന്നും രക്ഷ നേടാനും ഈ മോതിരം മതി. പക്ഷേ ഞാനാണ് നിങ്ങൾക്ക് വഴി പറഞ്ഞു തന്നതെന്ന് ആരും അറിയരുത്. ജീവൻ പോയാലും ആരെയും അറിയിക്കുകയില്ല. എങ്കിൽ വരും. അതാണ് ഗുഹാമുഖം.
ശ്രവണേ, അർച്ചനയെല്ലാം മംഗളമായി നടന്നോ? ഇല്ല. ഇല്ലേ? എല്ലാം മംഗളമായി നടന്നു. ശിവക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന സിന്ദൂരം എവിടെ? ക്ഷമിക്കണം റാണി, ക്ഷേത്ര നടന്ന് പൂജ കഴിഞ്ഞ് താലമെടുക്കാൻ ഞാൻ മറന്നുപോയി. നിനക്ക് എന്ത് പറ്റി ശ്രവണേ? ഒന്നുമില്ല റാണി. എന്താ ജീമൂത? പുറത്തുനിന്ന് 2 മനുഷ്യർ നാഗലോകത്ത് വന്നിരിക്കുന്നു. 2 മനുഷ്യരും? അതേ റാണി, കണ്ടിട്ട് രാജകുമാരന്മാരെ പോലെ ഇരിക്കുന്നു. ജീമൂത, നീ പൊയ്ക്കോളൂ. ശ്രവണേ, വരൂ. ശ്രവണേ, മുന്നിൽ വരുന്ന പുരുഷൻ എത്ര സുന്ദരനായിരിക്കുന്നു. പിന്നിൽ വരുന്ന ആളിനെയാ എനിക്കിഷ്ടമായത്. ഇവരെങ്ങനെ ഇവിടെ എത്തി? ഏതായാലും ദേവാംശം ഉള്ളവരാണ്, അല്ലെങ്കിൽ ഇവിടെ കാലുകുത്താൻ പറ്റുമായിരുന്നില്ല. വരൂ. ആ പാതാളത്തിൽ വെളുത്തു കൂമ്പാരമായി കാണുന്ന എന്താണ്? അത് പാമ്പിന്റെ അസ്ഥികളാണ്. ജയദേവ, ജയദേവ, ജയദേവ. ഞങ്ങൾ അകത്ത് കടന്നപ്പോ എവിടെയായിരുന്നു? നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് കണ്ടില്ലല്ലോ. ഇപ്പൊ കണ്ടില്ലേ? ഈ പാമ്പുകളുടെ ഇടയിൽ നിങ്ങൾ എങ്ങനെ കഴിയുന്നു? ഇത് ഞങ്ങളുടെ ലോകമാണ്. എന്റെ സ്നേഹിതൻ എങ്ങോട്ട് പോയെന്ന് കണ്ടോ? സ്നേഹിതനെ കുറച്ച് കഴിഞ്ഞു കണ്ടാൽ പോരെ. അയ്യോ, ഞാൻ ഒറ്റയ്ക്ക്. ഞാൻ കൂടില്ലേ? പേടിയുണ്ടോ? പേടിയില്ല, ഒരു ചെറിയ ഭയം. ഭയമൊക്കെ ഞാൻ മാറ്റിത്തരാം. വരൂ.
ഞാൻ എവിടെയാണ്? ഭയപ്പെടണ്ട, അങ്ങ് നാഗലോകത്തിലാണ്. ഞാൻ നാഗറാണിയായ ചക്ഷുകിയാണ്. അങ്ങ്? ഞാൻ ജയദേവൻ, ഒരു സാധാരണ മനുഷ്യൻ. അല്ല, അങ്ങ് ധീരനാണ്, ശക്തനാണ്. ഇല്ലെങ്കിൽ ഈ നാഗലോകത്ത് കടന്നെത്തുമായിരുന്നില്ല. എനിക്ക് അങ്ങേ ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ അങ്ങേ എന്റെ അരമനയിലേക്ക് കൊണ്ടുവന്നത്. കഴിക്കൂ. ഭൂമിയിലെ പഴം ഇങ്ങ് നാഗലോകം വരെ കേറിയോ? പതുക്കെ കഴിച്ചാ മതി. എന്റെ കൂടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ എന്ത് സംഭവിച്ചു എന്നറിയില്ല. വരൂ, കൂട്ടുകാരൻ എവിടെയെന്ന് കാണിച്ചു തരാം. സർപ്പവിഷമാണ് ഈ ചഷകത്തിൽ നിറച്ചിരിക്കുന്നത്. കൂട്ടുകാരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ചഷകത്തിലേക്ക് നോക്കൂ. ദേവദത്തൻ എവിടെയെന്നറിയണം. ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ. ഇവിടെ ഉള്ളതെല്ലാം അങ്ങേക്ക് അത്ഭുതകരമായിരിക്കും. ഞാൻ പോയി അങ്ങേക്ക് ആഹാരം കൊണ്ടുവരാം. നാഗമാണിക്യത്തെ പറ്റി അറിയാൻ ഈ മാർഗം തന്നെ ഉപയോഗിച്ചാലോ? പരീക്ഷിച്ചു നോക്കാം. ഞാൻ അന്വേഷിച്ചു വന്ന നാഗമാണിക്യം എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഇവിടെ തന്നെ നിൽക്കുകയാണോ? വരൂ.